വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ കണ്ണീരിനാലും വിശുദ്ധ അംബ്രോസ് മെത്രാൻ്റെ വചനപ്രഘോഷണത്താലും ഒക്കെ തിരികെ തൻ്റെ ജീവിതത്തെ, എൻ്റെ സുഹൃതങ്ങളെ തിരികെ പിടിച്ച ഒരു മഹാവിശുദ്ധ. കത്തോലിക്ക സഭ ഈ വിശുദ്ധനെ കൂടാതെ ആലോചിക്കുക നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ആഴമേറിയ ധ്യാനചിന്തകൾ, ഗഹനമായ പഠനങ്ങളുമൊക്കെയായി അഗസ്റ്റിൻ സഭാചരിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് നമ്മളുടെ വിശ്വാസം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പോലും മിക്കവാറും ഇദ്ദേഹത്തിൻ്റെ ചില ചിന്തകളുടെയൊക്കെ സ്വാധീനത്തിൽ തന്നെയാണ്. അത്രയ്ക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു വിശുദ്ധൻ പണ്ടൊരു പാപിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസം. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇന്നും മനുഷ്യരാ ചില യൂസേജ് ഒക്കെ പറയണത്, എല്ലാ പാപികളുടെയും പിന്നിൽ, എല്ലാ വിശുദ്ധന്മാരുടെയും പിന്നിൽ ഒരു പാപിയുടെ കഥയുണ്ട്. ഇത് തിരിച്ചുവരവിൻ്റെ കഥയാണ്, വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ കഥ, സാധ്യതയുടെ കഥയാണ്. നിങ്ങൾക്ക് ഏത് വലിയ തിന്മയിൽ നിന്നും തിരികെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് വരാനാവുമെന്നുള്ള വലിയ സാധ്യതയുടെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ തിരുനാൾ. കർത്താവിൻ്റെ കൂടെ കുരിശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരെപ്പോഴും വലിയ ധ്യാനചിന്തകൾ തരാറുണ്ട്. അതിനകത്ത് ആ നല്ല കള്ളൻ എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. അത്രയും കാലം എങ്ങനെയൊക്കെയോ ജീവിച്ചൊരു മനുഷ്യൻ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരൊറ്റ നിമിഷത്തെ പശ്ചാത്താപം കൊണ്ട് തൻ്റെ ജീവിതത്തെ, നഷ്ടപ്പെട്ടു പോയ എല്ലാ സുഹൃതങ്ങളും സ്വർഗം തന്നെയും തിരികെ പിടിക്കുന്നത് നമ്മൾ കാണും. നിങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ, നിങ്ങൾ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, തിരികെ വരാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഉള്ളിലിങ്ങനെ കുറ്റബോധത്തിന്റെ നീറുന്ന കനലുമായി ജീവിക്കുന്ന എത്ര മക്കളെ നമുക്ക് കാണാൻ പറ്റും. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ഇത്രയും കാലം ഈ ഒരു വലിയ ഭാരം കയറ്റി വെച്ചിട്ടാണല്ലോ ഈ മനുഷ്യൻ ജീവിച്ചതെന്ന് നമ്മൾ സങ്കടപ്പെട്ടു പോകുന്ന വിധത്തിൽ ചില കുമ്പസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേന്ന്, നിങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടൊരു സാധ്യതയുണ്ടെന്ന്. എപ്പോൾ വേണമെങ്കിലും തിരികെ ചെന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്.